നിന്റെ വീട്ടിൽ വെച്ച് നിന്റെ ഉഷയുടെ ഫോട്ടോ എടുത്തതാരാ? എനിക്കറിയില്ല സാർ. ആ ഫോട്ടോയുടെ പേരിൽ നിന്നെ ആരെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടോ? വാട്ട് ഈസ് ദിസ്? നീ അയാൾക്ക് പണം കൊടുത്തു അല്ലേ? ഉഷയുടെ ആഭരണങ്ങളും നീ വാങ്ങി അയാൾക്ക് കൊടുത്തു അല്ലേ? നീ ആരെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്യാനായി കത്തെഴുതിയിട്ടുണ്ടോ? ഇല്ല. ഇത് നിന്റെ കൈയക്ഷരമല്ലേ? അതെ. ഇത് രണ്ടും ഒരേ കൈയക്ഷരം തന്നെയല്ലേ? അതെ. എന്തിന് എന്തിന് എന്തിന്? റാസ്കൽ, കച്ചവടം പൊളിഞ്ഞപ്പോ മാനം മര്യാദയായി ജീവിക്കുന്ന സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കുകയാണല്ലേ? ഇവനെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോയിക്കോളൂ. അവനെ കൊണ്ട് സത്യം പറയിക്കാൻ എനിക്കറിയാം സർ. സെന്ററിൽ താനെങ്ങോട്ടാ? സർ, സിഗരറ്റ് എടുക്കാൻ കമ്മീഷൻ സാറുണ്ടോ ലോക്കപ്പ് റൂമിൽ? റാസ്കൽ ഉറങ്ങ. അവനെ ഒന്ന് ചോദ്യം ചെയ്യാമെന്ന് കരുതി. ഞാനും അതിനാ വന്നത് സാർ. സാർ, അവന്റെ പിന്നിൽ ആരൊക്കെയുണ്ട്? ഗുഡ് നൈറ്റ്. കസ്റ്റഡിയിലെടുത്ത പ്രതിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താനായിരിക്കും ഉത്തരവാദി. സർ. കഴിഞ്ഞ കൊലപാതകങ്ങൾക്ക് ഉപയോഗിച്ച ബുള്ളറ്റ് അല്ല ഇത്. ഇത് .38 കാലിബറുള്ള ബുള്ളറ്റ് ആണെന്നാണ് എന്റെ വിശ്വാസം. ഈ ബുള്ളറ്റുള്ള വെപ്പൺ ഉപയോഗിക്കുന്നത് സാധാരണ സർവീസ് പേഴ്സണലാണ്. സൺഡേ ആയിട്ടും ബുദ്ധിമുട്ടിച്ചത് കേസിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ടാണ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഹലോ. ഹരിക്ക് കൊടുക്കൂ. ഇപ്പോഴാ ഓഫീസിലേക്ക് പോയത്. ഈ ആഭരണങ്ങൾ നീ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇത് ഉഷയുടേതാണെന്ന് നിനക്കറിയാമോ? ഇല്ല. എന്നാലേ ഈ ആഭരണങ്ങളാണ് നീ ഉഷയുടെ കയ്യിൽ നിന്ന് വാങ്ങി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്ന് പറയപ്പെടുന്ന ഫോട്ടോഗ്രാഫർക്ക് കൊടുത്തു എന്ന് നീ പറഞ്ഞത്. ഇതെവിടെയെന്നാ എനിക്ക് കിട്ടിയെന്നറിയാം? അറിയാം. എവിടെയെന്ന്? എന്റെ വീട്ടിൽ നിന്ന്. എന്തിനായി പണി ചെയ്ത്? ബിസിനസ് മോശമായതുകൊണ്ടാ അങ്ങനെ ഒരു ദുർബുദ്ധി തോന്നിയത്. പിന്നെ വിറ്റ് കാശാക്കാൻ സമയം കിട്ടിയില്ല. ഈ രണ്ട് നമ്പറും ഏതാണെന്ന് നിനക്കറിയാം? അറിയാം. കമ്മീഷണറുടെ. ഇത് ഓഫീസ്, ഇത് റെസിഡൻസ് അല്ലേ? എന്തിനാ നിനക്ക് ഈ നമ്പർ? സാറേ, അത് തോക്ക് കേസ് സമയത്ത് എഴുതി വെച്ചതാ. ഇടയ്ക്കിടയ്ക്ക് കേസ് എവിടം വരെയായെന്ന് കമ്മീഷണറെ വിളിച്ചു ചോദിക്കാൻ അല്ലേ? അല്ല, നിന്റെ വീട്ടില് കുറെ ബുള്ളറ്റ്സ് മാത്രമേ കണ്ടുള്ളല്ലോ. തോക്കൊക്കെ എവിടാ സൂക്ഷിച്ചിരിക്കുന്നത്? തോക്കൊക്കെ അവര് കൊണ്ടുപോയി സാർ. ഓ, അവര് കൊണ്ടുപോയി അല്ലേ? ഓക്കെ. പിന്നെ ബുദ്ധിമുട്ട് വന്നപ്പോ ഉഷയുടെ ആഭരണം കൈക്കലാക്കാൻ ഒരു ഫോട്ടോ എടുപ്പും പരിപാടിയും ഒക്കെ ഉണ്ടായല്ലോ. അല്ല, ആ ഫോട്ടോഗ്രാഫറും നിന്റെ ആളാണല്ലോ. നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ? ശല്യം ചെയ്തെന്ന് പറഞ്ഞിട്ടില്ലടാ കഴിവേറി. ഇത് വേറെ കേസാണോ? എന്ത് കേസാടാ? നിന്നെ ഇന്ന് ഞാൻ നിന്റെ അമ്മയുടെ കേസ്. അറിയാലോ അല്ലേ? അന്നെടുത്ത ആ ഫോട്ടോ കാണാനാ വന്നിരിക്കുന്നത്. ഏത് ഫോട്ടോ? അന്ന് ആ തോക്കൊക്കെ ചൂണ്ടിയെടുത്ത ഫോട്ടോ. സാറ് സത്യമായിട്ടും സാറ് വിശ്വസിക്കില്ല.
ക്യാമറയിൽ ഫിലിം ഇല്ലായിരുന്നു. ആ തമാശ പറയാതെ ആ നെഗറ്റീവ് പ്രിന്റിങ് എടുക്ക. ഞാൻ പറയുന്നത് സത്യമാണ് സാർ. പറയടാ, എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചിട്ട്. രണ്ടും കൂടെ ഉരുണ്ട് കളിക്കാണ് സാർ. സത്യം ഞാൻ ഇപ്പൊ പറയിപ്പിക്കാം. ആ നടക്ക. അയ്യോ, ഡാർക്ക് റൂം. അതാ സൗകര്യം. നടക്കണോ? സാറേ, ഒരുപാട് കാലമായി ഒരുത്തനെ ശരിക്കും എന്നെ കൊല്ലല്ലേ സാറേ? നടക്ക്. അയ്യോ, തല്ലല്ലേ സാറേ. അയ്യോ, എന്നെ കൊല്ലല്ലേ സാറേ. അയ്യോ, അയ്യോ, ഞാൻ ഒരു തെറ്റ് ചെയ്ത്. അയ്യോ, അമ്മോ. ഫോട്ടോ എടുപ്പ് ഞാൻ അയ്യോ, വേണ്ട സാറേ. അയാൾ പറഞ്ഞതൊക്കെ സത്യമാണ് സാർ. അയ്യോ, ഈ ഫോട്ടോ എടുക്കലൊക്കെ വെറും ഒരു നാടകം കളിയായിരുന്നു. അയ്യോ. ആരാ നിന്നെ കൊണ്ട് ഈ നാടകം കളിപ്പിക്കുന്നത്? പറയടാ കഴിവേറി. ഇടി കൊള്ളുന്നത് ഞാനാ. 250 രൂപയ്ക്ക് എത്ര ഇടിയാ കൊള്ളുക? ആ തോക്കെവിടെ? അയ്യോ, എന്റെ പൊന്ന് സാറേ, അത് ഇവൻ തന്നതാ. ഇവൻ തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. എഴുന്നേക്കടാ. എന്നെ കൊല്ലല്ലേ സാറേ. വന്ന് വന്ന് കാര്യങ്ങളൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് തന്നെ. സാറിന് എന്തോ ക്ലൂ കിട്ടിയ മാതിരി ഉണ്ടല്ലോ. എന്റെ ലൈൻ ഓഫ് തിങ്കിങ് ഇതാണ്. 3 കൊലപാതകങ്ങളിലും വളരെ ലോങ് റേഞ്ചിൽ നിന്നാണ് വെടിവെച്ചിട്ടുള്ളത്. ഉപയോഗിച്ച ആയുധം ഒന്ന് തന്നെ. വിജയനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ മാത്രം ഒരു സർവീസ് റിവോൾവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൊലയാളി ഒരു പ്രൊഫഷണൽ കില്ലർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഷാർപ്പ് ഷൂട്ടർ, തോക്കുകൾ ഉപയോഗിക്കുന്നതിൽ സമർത്ഥൻ. പക്ഷെ അയാൾ എന്തിനിത് ചെയ്തു? കൊല്ലപ്പെട്ട 2 സ്ത്രീകളും നല്ലവരായിരുന്നു. നിർമ്മലയെ എന്തിനാണ് കൊന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ ഭാര്യയുടെ നേരെ വധഭീഷണി വന്നതുപോലെ ഇതും എന്നെ മിസ്ലീഡ് ചെയ്യാനായിരിക്കാം. കാലത്ത് ഐജിയുടെ ഫോൺ ഉണ്ടായിരുന്നു. മിനിസ്റ്റർ ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് ആ സ്ത്രീയെ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ഹരാസ് ചെയ്തത്. കൊലയാളി ഒരു പ്രൊഫഷണൽ കില്ലർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഷാർപ്പ് ഷൂട്ടർ, തോക്കുകൾ ഉപയോഗിക്കുന്നതിൽ സമർത്ഥൻ. സാർ NCCയിൽ വളരെ ആക്റ്റീവ് ആയിരുന്നല്ലേ? ആ സ്ത്രീയെ ഹരാസ് ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലേ? മന്ത്രിസഭയുടെ ആയുസാണോ കൊലക്കേസുകൾ തെളിയിക്കലാണോ നമുക്ക് ആവശ്യം സാർ? രണ്ടും. അവനെ കൊണ്ട് സത്യം പറയിക്കാൻ എനിക്കറിയാം സാർ. അവന്റെ പിന്നിൽ ആരൊക്കെയുണ്ട്? ഗുഡ് നൈറ്റ്. നമ്മുടെ കമ്മീഷൻ തന്നെ കുറച്ച് തോക്കിൽ പിടിച്ചത്. പക്ഷെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ ബുള്ളറ്റുള്ള വെപ്പൺ ഉപയോഗിക്കുന്നത് സാധാരണ സർവീസ് പേഴ്സണലാണ്. ഈ 2 നമ്പറും ഏതാണെന്ന് നിനക്കറിയാം? അറിയാം കമ്മീഷണറുടെ. എന്താ സംഭവിച്ചത്? ഇയാൾ ആരും വെടിവെച്ചു സാർ. കയ്യിലാ കൊണ്ടിരിക്കുന്നത്. Take him to the hospital. വിജയ് ഭാഗ്യവാനാണ്. 2ാമത്തെ പ്രാവശ്യവും രക്ഷപ്പെട്ടല്ലോ. ഇപ്പോഴെങ്കിലും പറഞ്ഞൂടെ വിജയനെ കൊല്ലാൻ ശ്രമിക്കുന്നത് ആരാണെന്ന്? എനിക്ക് അറിഞ്ഞൂടാ. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. വിജയ് ഇത്രയും കാലം ആരെയാണ് സഹായിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ തന്നെയാണ് വിജയന്റെ ശത്രു. വിജയന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് മാത്രമേ കഴിയൂ. അതിന് വിജയ് തന്നെ അയാളുടെ പേര് എനിക്ക് പറഞ്ഞു തരണം. എനിക്ക് തീരെ വയ്യ.